കഴിഞ്ഞ 8 മാസമായി ലോകം മുഴുവനുമുള്ള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന 2 കഥാപാത്രങ്ങളാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും. ഒരാഴ്ചത്തെ ദൗത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ട അവർ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിനുണ്ടായ തകരാറ് കാരണം കഴിഞ്ഞ 8 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മടങ്ങിപ്പോരാനാവാതെ തുടരുകയാണ്. ഇത് ഉണ്ടാക്കിവിട്ട കോലാഹലങ്ങൾ ചെറുതൊന്നുമല്ല. സത്യങ്ങളും അർദ്ധസത്യങ്ങളും ഊഹാപോഹങ്ങളുമൊക്കെയായി ആ വാർത്ത ഇങ്ങനെ കൊഴുത്ത് നിൽക്കുകയാണ്. അവർ ഇനി മടങ്ങി വരുമോ? മടങ്ങി വന്നാൽ തന്നെ അവർക്ക് സാധാരണ ജീവിതം നയിക്കാൻ കഴിയുമോ? ചന്ദ്രനിൽ ആളെ ഇറക്കിയ നാസയ്ക്ക് എന്തുകൊണ്ട് 2 പേരെ ബഹിരാകാശത്ത് നിന്ന് തിരിച്ചെത്തിക്കാൻ കഴിയുന്നില്ല? അങ്ങനെ പോവുകയാണിത്. എന്തായാലും അവർ മടങ്ങി വരികയാണ്. അപ്പോഴും ഊഹാപോഹങ്ങൾ കുറയുന്നില്ല. ഇനി മടങ്ങി വന്നാൽ തന്നെ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെയാണ്. ശരി, നമുക്ക് ഇന്ന് ഈ വിഷയം തന്നെ ചർച്ച ചെയ്യാം. സുനിത വില്യംസ് മടങ്ങി വരുമ്പോൾ. നമസ്കാരം കൂട്ടുകാരെ, സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ നൽകി വരുന്ന പിന്തുണയ്ക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ് നന്ദി പറയും. ഈ പിന്തുണ തുടർന്നുകൊണ്ടേയിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നോക്കൂ, ഈ പറഞ്ഞതുപോലെ ഒരു ബഹിരാകാശ വാർത്ത ഇത്രയധികം ജനകീയമായ രീതിയിൽ, വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ട് കാലങ്ങളേറെയായി. ഒരു പക്ഷേ കൊളംബിയ ദുരന്തത്തിന് ശേഷം ആദ്യമായിട്ടായിരിക്കും ഒരു ബഹിരാകാശ വാർത്ത ഇങ്ങനെ ആഘോഷിക്കപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും. അതിൻ്റെ കാരണം സുനിത വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പെട്ടുപോയതാണ്. ഇതിനെപ്പറ്റി ഇതിനു മുമ്പ് ഞാൻ 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്കുകൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുമുണ്ട്. ഇവിടെ ഇപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇത്രയും നാൾ അവിടെ നിന്നത്, അവരെ ഇത്ര നാളും മടക്കിക്കൊണ്ടുവരാൻ കഴിയാതിരുന്നത് നാസയുടെയോ അമേരിക്കയുടെയോ ഒക്കെ ടെക്നിക്കൽ ഫെയിലിയറാണോ, കഴിവില്ലായ്മയാണോ എന്നൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ച. സത്യത്തിൽ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും അവരുടെ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൽ തന്നെ വേണമെങ്കിൽ മടക്കി കൊണ്ടുവരാമായിരുന്നു. ആ ബോയിങ് സ്റ്റാർലൈനർ പേടകം ഒക്ടോബർ മാസത്തിൽ തന്നെ ആളില്ലാതെ സുരക്ഷിതമായി ലാൻഡ് ചെയ്തതുമാണ്. പക്ഷേ നാസ ആ റിസ്ക് എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ബഹിരാകാശ പേടകവും ഭൂമിയിലേക്ക് തിരികെ മടങ്ങുന്നത് വളരെ 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 റിസ്ക്കി ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ്. അതിലെ ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് ഈ പേടകത്തിൻ്റെ വേഗത കുറച്ച് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിപ്പിച്ച് ആ സമയത്ത് അന്തരീക്ഷവുമായി കൂട്ടിയിരഞ്ഞുണ്ടാകുന്ന ഭീമമായ താപത്തെ അതിജീവിച്ച് അങ്ങനെ കൃത്യമായൊരു ഉയരത്തിലെത്തുമ്പോൾ അതിൽ കരുതിയിരിക്കുന്ന പാരച്യൂട്ടുകൾ വിടർന്ന് വളരെ സാവധാനം കടലിലേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ഈ സ്റ്റാർലൈനർ പേടകവും ഒട്ടുമിക്ക ബഹിരാകാശ പേടകങ്ങളും സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ പേടകങ്ങൾ ഭൂമിയിൽ തന്നെയാണ് ഇറങ്ങുന്നത്. അതിൻ്റേതായ സംവിധാനങ്ങൾ വേറെയുണ്ട്. കഴിയുന്നത്ര ഇവ കടലിലായിരിക്കും ഇറങ്ങുക. അപ്പോൾ അതിനുള്ളിലെ ത്രസ്റ്ററുകൾ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. ആ ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് വേഗത കുറച്ചാൽ മാത്രമേ ഇത് അന്തരീക്ഷത്തിലേക്ക് കയറുകയുള്ളൂ. ആ ത്രസ്റ്ററുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ല എങ്കിൽ ഉദ്ദേശിച്ചതുപോലെ വേഗത കുറയുകയും അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുകയുമില്ല. എപ്പോൾ അന്തരീക്ഷത്തിലേക്ക് കയറുമെന്ന് പറയാനുമാകില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ സഞ്ചാരികൾ ചിലപ്പോൾ എന്നേക്കുമായി അനിശ്ചിതമായി ബഹിരാകാശത്ത് പെട്ടുപോകാനുള്ള സാഹചര്യമുണ്ടാകും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ കൃത്യസമയത്ത് ഈ ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ച് വേഗത കുറച്ച് കയറണം. ഈ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിലെ ചില 28ഓളം ത്രസ്റ്ററുകൾ അതിലുണ്ട്. അതിൽ ചില ത്രസ്റ്ററുകൾക്കാണ് ഹീലിയം ചോർച്ച ഉണ്ടായപ്പോൾ ആവശ്യത്തിന് ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യുമോ എന്ന ഒരു സംശയം വന്നു. സംശയം മാത്രമാണ്. 1986 സ്പേസ് ഷട്ടിൽ ചലഞ്ചറും 2001 സ്പേസ് ഷട്ടിൽ കൊളംബിയയും ഒക്കെ തകർന്നത് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ചില സാങ്കേതിക അശ്രദ്ധകൾ കൊണ്ടാണ്. അതിനുശേഷം ഒരിക്കലും അതിൽ ഒരു 0.1% പോലും റിസ്ക് ഒരു ബഹിരാകാശ ദൗത്യങ്ങളിലും എടുക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു പ്രശ്നം നോട്ട് ചെയ്തപ്പോൾ ആ റിസ്ക് എടുക്കണ്ട എന്ന് അവർ തീരുമാനിക്കുകയാണ് ചെയ്തത്. അവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ്. അവിടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തൽക്കാലം അവർ അവിടെ കഴിയട്ടെ. എന്നിട്ട് ഈ ബോയിങ് സ്റ്റാർലൈനർ പേടകം, ഇവർ തിരിച്ചു മടങ്ങി വരേണ്ടിയിരുന്ന പേടകം സുരക്ഷിതമായി തന്നെ ആളില്ലാതെ അൺക്രൂഡായിട്ട് തന്നെ ഭൂമിയിൽ എവിടെയാണോ ലാൻഡ് ചെയ്യേണ്ടത് അവിടെ തന്നെ കൃത്യമായി ലാൻഡ് ചെയ്യുകയും ചെയ്തു. അവരെ വേണമെങ്കിൽ അതിൽ കൊണ്ടുവരാമായിരുന്നു. പക്ഷേ ഈ റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അത്. അപ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് അവരെ മടക്കി കൊണ്ടുവരാമായിരുന്നല്ലോ. ഒരു പേടകം അങ്ങോട്ട് അയച്ച് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ.
സുഹൃത്തുക്കളെ, തിരുവനന്തപുരത്തു നിന്ന് കൊല്ലത്തേക്കോ എറണാകുളത്തേക്കോ പോയി വരുന്നത് പോലെ അല്ല ബഹിരാകാശത്തേക്ക് പോയി വരിക എന്ന് പറയുന്നത്. അത് ശതകോടികളുടെ കളിയാണ്. അതുമാത്രമല്ല, ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇൻവോൾവാണ്. അതുമല്ല, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രകളൊക്കെ വർഷങ്ങളോളം ഷെഡ്യൂൾഡാണ്. ഓൾറെഡി ഷെഡ്യൂൾഡാണ്, പ്ലാൻഡാണ്. ആരൊക്കെ എപ്പോഴൊക്കെ പോകണം, എപ്പോൾ തിരിച്ചു വരണം, അത് ഏത് പേടകത്തിലായിരിക്കണം, ആ പേടകത്തിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയായിരിക്കണം, എത്ര ദിവസം അവിടെ കഴിയണം, എങ്ങനെ കഴിയണം, ഇതെല്ലാം അത്രമാത്രം മുൻകൂട്ടി പ്ലാൻഡാണ്. ഓരോ 10-1 സെക്കൻഡും അക്കാര്യത്തിൽ പ്ലാൻഡാണ്. എന്നാൽ ഇതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ ഷെഡ്യൂളിനെയൊന്നും ബാധിക്കാതെ, അധിക ബാധ്യത ഉണ്ടാകാതെ എങ്ങനെ ഇവരെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടാണ് ഇവർ ഇത്രയും വൈകിയത്. കാരണം തിരിച്ചു വന്നിട്ട് അത്യാവശ്യമൊന്നുമില്ല, അവർക്ക് സുഖമായിട്ട് അവിടെ കഴിയാം. അപ്പോൾ അവർക്ക് ആലോചിച്ച് സമയമെടുത്ത് വരാനുള്ള അവസരമുണ്ട്. അതിനിടയിൽ അവിടെ തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തന്നെ ഒരു 6-7 പേര് എപ്പോഴും അവിടെ ഉണ്ടാകും. അവരുടെ കൂട്ടത്തിൽ പരീക്ഷണ നിരീക്ഷണങ്ങളിലും ഏർപ്പെട്ട് ഇവർ അങ്ങനെ കഴിയാം. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഏതൊരു സാങ്കേതികമായ കാര്യങ്ങളിലും ഉണ്ടാകുന്ന ഒരു ചെറിയ ടെക്നിക്കൽ ഫെയില്യുവർ, അത് ബഹിരാകാശ ദൗത്യങ്ങളായതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ടതായതുകൊണ്ടും വളരെ പ്ലാൻഡായിട്ട് ചെയ്യേണ്ടതായതുകൊണ്ടും അതിൻ്റേതായ സമയമെടുത്തു എന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്രൂ 10 വിക്ഷേപിച്ചു. ക്രൂ 10-ൽ 4 പേർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയി. അതിനു പകരം 4 പേർ അവിടെ നിന്ന് തിരിച്ചും മടങ്ങും. ആ 4 പേരിൽ 2 പേർ സുനിത വില്യംസും ബുഷ് വിൽമോറും ആയിരിക്കുകയും ചെയ്യും. മറ്റ് 2 പേർ നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നവരാണ്. തിരിച്ചു വരുന്നത് ഈ ക്രൂ 10-ലല്ല, സെപ്റ്റംബറിൽ വിക്ഷേപിച്ച ക്രൂ 9 പേടകത്തിലാണ് ഇവർ തിരിച്ചു വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വളരെ പ്ലാൻഡാണ്, വളരെ കൃത്യമായ ഷെഡ്യൂൾഡാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഷെഡ്യൂളുകളെ വീണ്ടും റീഅറേഞ്ച് ചെയ്യേണ്ടി വന്നിരുന്നു. എപ്പോഴൊക്കെ ആരൊക്കെ പോകണം എന്നുള്ളത് നേരത്തെ പ്ലാൻഡാണ്. അപ്പോൾ ഈ ക്രൂ 9-ൽ 4 പേരായിരുന്നു പോകേണ്ടിയിരുന്നത്. അതിന് പകരം 2 പേർ മാത്രമേ പോയിട്ടുള്ളൂ. കാര്യം 2 സീറ്റ് അവിടെ വേക്കൻ്റായിട്ട് വേണം. കാര്യം സ്റ്റാർ ലൈനറിൻ്റെ അകത്തിനിയും വരാൻ പറ്റില്ല. അപ്പോൾ അടുത്ത പേടകത്തിൽ 2 സീറ്റ് വേക്കൻ്റായിട്ടാണ് അവരെ അങ്ങോട്ട് വിട്ടത്. അങ്ങനെ ക്രൂ 9-ൽ നിക് ഹേഗ്, അലക്സാണ്ടർ ഗുർബനോവ് എന്നിവരാണ് പോയത്. സത്യത്തിൽ അതിൻ്റെ അകത്ത് 4 പേരായിരുന്നു പോകേണ്ടിയിരുന്നത്. സിന കാഡ്മാൻ, സ്റ്റെഫാൻ വിൽസൺ, ഇങ്ങനെ 4 പേരായിരുന്നു പോകേണ്ടിയിരുന്നത്. എന്നാൽ സിന കാഡ്മാനെയും സ്റ്റെഫാൻ വിൽസണെയും ഒഴിവാക്കി നിക് ഹേഗും ഗുർബനോവും മാത്രമാണ് പോയത്. കാര്യം 2 സീറ്റ് അവിടെ ആവശ്യമുണ്ട്. എന്നാൽ പോയിട്ട് പെട്ടെന്ന് വന്നാൽ പോരായിരുന്നു. സെപ്റ്റംബറിൽ വിക്ഷേപിച്ചതല്ലേ, ഇപ്പം 6 മാസമാകുന്നു. ഇതിനിടയ്ക്ക് എന്താ വരാതിരുന്നത്? അതിനിടയ്ക്ക് വേറൊരു പ്രശ്നമുണ്ടായി. സുനിത വില്യംസും ബുഷ് വിൽമോറും ഒക്കെ വളരെ സീനിയറായിട്ടുള്ള ആസ്ട്രോനോട്ട്സാണ്. അതുമാത്രമല്ല, അവിടെ നിന്ന് മടങ്ങി വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അവിടെ ഉണ്ടായിരുന്ന 2 പേർ കൂടി വരുമല്ലോ. അപ്പോൾ ഇത്രയും സമയം ആര് ഈ ISSനെ കമാൻഡ് ചെയ്യും എന്നുള്ള ഒരു പ്രശ്നം വന്നു. ISSൻ്റെ കമാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരായിരിക്കണം. അതിന് ചില ക്രൈറ്റീരിയയുണ്ട്. അങ്ങനെ ആ ഈ സിന കാഡ്മാൻ ആയിരുന്നു ശരിക്ക് കമാൻഡ് ചെയ്യാൻ ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ സിന കാഡ്മാൻ പോകാതിരുന്നത് കൊണ്ട് മറ്റൊരു സീനിയർ പൈലറ്റ്, ഒരു സീനിയർ ആസ്ട്രോനോട്ട് അവിടെ എത്തുന്നത് വരെ സുനിത വില്യംസ് അവിടെ തുടരേണ്ടത് ആവശ്യമായിരുന്നു. സുനിത വില്യംസ് ആയിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ ISSനെ കമാൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവർ ധാരാളം വളരെ വലിയ ബഹിരാകാശ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണത്. അപ്പോൾ അതിനു പകരം, അങ്ങനെ സുനിത വില്യംസിനും പകരം മറ്റൊരു സീനിയർ പൊസിഷനിലുള്ള സീനിയർ ആസ്ട്രോനോട്ട് അവിടെ എത്തുന്നത് വരെ സുനിത വില്യംസിന് അവിടെ തുടർന്നേ പറ്റുള്ളൂ. അങ്ങനെ ക്രൂ 9 ഡ്രാഗൺ ക്യാപ്സൂൾ അവിടെ തന്നെയുണ്ട്. ക്രൂ 10-ൽ പോയിരിക്കുന്നത് 4 പേരാണ്. ആനി മക്ലിൻ, നിക്കോളാസ് അയേഴ്സ് എന്ന 2 നാസയുടെ ആസ്ട്രോനോട്ടുകളും ടാക്വിയ ദാനിഷു എന്ന് പറയുന്ന ജാക്സയുടെ, അതായത് ജാപ്പനീസ് ഏജൻസിയുടെ ഒരു ആസ്ട്രോനോട്ടും കിറിൽ പെസ്കോവ് എന്ന റഷ്യൻ കോസ്മോനോട്ടുമാണ് ഇപ്പോൾ ഈ 4 പേർ അവിടേക്ക് പോയിരിക്കുന്നത്. ഇതിൽ ആനി മക്ലിൻ ഇനിയുള്ള സമയം ISSനെ കമാൻഡ് ചെയ്യും. അപ്പോൾ അവിടെ പുതിയ കമാൻഡർ വന്നു, സുനിത വില്യംസിന് മടങ്ങാം. ഇതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത്. 16-ന് അവർ അവിടെ എത്തി. ഒരു 2-3 ദിവസം ഈ പുതിയ ക്രൂവിന് ഇവർ ചുമതലകൾ കൈമാറും. അവർക്ക് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് 19-ാം തീയതി അവർ മടങ്ങും എന്നാണ് ഇപ്പോൾ ഇതുവരെ കരുതപ്പെട്ടിരിക്കുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ബസ്സിൻ്റെയോ അല്ലെങ്കിൽ ഒരു ട്രെയിനിൻ്റെയോ
ഈവൻ ഒരു ഫ്ലൈറ്റിൻ്റെയൊക്കെ ക്രൂ ചേഞ്ച് ചെയ്യുന്നത് പോലെ ബഹിരാകാശ നിലയങ്ങളുടെയൊക്കെ ക്രൂ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതിൻ്റേതായ സമയവും കാര്യങ്ങളും ഒക്കെ എടുക്കും. ഇങ്ങനെ ഒരവസ്ഥ ഇല്ലായിരുന്നു എന്നിരിക്കട്ടെ, അവിടെ അവർക്ക് കഴിയാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ലായിരുന്നു എന്നിരിക്കട്ടെ, ഒരു 10-25 ഇപ്പം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അവിടെ ഇല്ല. ഇവരെന്ത് ചെയ്യുമായിരുന്നു? വേറൊരു മാർഗവുമില്ല. അപ്പോൾ ആ റിസ്ക് എടുത്ത് ബോയിങ് സ്റ്റാർലൈനറിലെ ത്രസ്റ്ററുകൾക്കുണ്ടായിരുന്ന ആ തകരാറ് പരിഗണിച്ച് ആ റിസ്ക് എടുത്ത് ആ പേടകത്തിൽ തന്നെ അവർ തിരിച്ചു വരുമായിരുന്നു. വേറെ കാര്യം, അപ്പോൾ വേറെ മാർഗമൊന്നുമില്ല. ഇങ്ങനെ പല ദൗത്യങ്ങളും നടന്നിട്ടുണ്ട്. റിസ്ക് എടുത്ത് തന്നെ അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ആ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് 8 മാസത്തോളം ISSൽ കഴിഞ്ഞത്. അത് കുടുങ്ങിയതല്ല, അതൊരു അറേഞ്ച്മെൻറ്റാണ്. കുടുങ്ങിപ്പോയി എന്നുള്ള ആ പദം ദയവ് ചെയ്ത് ഒഴിവാക്കുക. ഇവിടെ കുടുങ്ങലും ഒന്നുമില്ല, കുടുങ്ങലും പെടലും ഒന്നുമില്ല. ഒരു വലിയ ടെക്നിക്കൽ മിഷനിൽ ഒരു തകരാറ് വന്നു, ആ തകരാറ് പരിഹരിച്ചു, അതിനും വേറെ മാർഗം കണ്ടെത്തി അവർ തിരിച്ചു വരുന്നു. അത്ര തന്നെയേ ഉള്ളൂ. നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ബസ് വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയാൽ 2-3 മണിക്കൂർ വൈകുന്നത് പോലെ ബഹിരാകാശ നിലയമായപ്പോൾ അത് 8 മാസമായി. ദാറ്റ്സ് ഓൾ. അത്ര തന്നെയുള്ളൂ. ബാക്കിയെല്ലാം വെറും ഊഹാപോഹങ്ങളും കെട്ടുകഥകളും മാത്രമാണ്. ഇനി വേറെ ചില കഥകൾ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ, 8 മാസം ബഹിരാകാശത്ത് കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. അവരുടെ ശാരീരികമായ ഒരു പ്രശ്നങ്ങളുണ്ട്. ഇനി അവർക്ക് ഭൂമിയിൽ നോർമലായിട്ട് ജീവിക്കാൻ കഴിയില്ല. വലിയ പ്രശ്നമാണ്. എല്ലുകളൊക്കെ നുറുങ്ങിപ്പോകും, കഴുത്ത് നിവർക്കാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല. പാദങ്ങളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളുടെ പാദങ്ങൾ പോലെ മൃദുലമാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി നിസ്സഹായരായി ഈ ചില കിടപ്പ് രോഗികളെ പോലെ ഇനിയുള്ള ജീവിതം മുഴുവനും അവർക്ക് തള്ളി നീക്കേണ്ടി വരും. ഈ തരത്തിലുള്ള ഊഹാപോഹങ്ങളാണ് പ്രചരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇതിലൊന്നും ഒരു കാര്യവുമില്ല. ഒന്നും സംഭവിക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 വർഷത്തിലേറെ ബഹിരാകാശത്ത് കഴിഞ്ഞ ചരിത്രമുണ്ട്. ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ഓരോ ദൗത്യവും ആൾക്കാരും അവിടെ കുറഞ്ഞത് 6 മാസം താമസിക്കാനുള്ള തയ്യാറെടുപ്പായിട്ടാണ് പോകുന്നത്. അവിടുത്തെ ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസമാണ് ആവറേജ്. അതിൽ കൂടുതൽ നിൽക്കും, അതിൽ കുറച്ച് നിൽക്കും. ആവറേജ് 6 മാസം ബഹിരാകാശത്ത് തങ്ങും. ഇതെത്രയോ കാലങ്ങളായി, എത്രയോ പതിറ്റാണ്ടുകളായി നടക്കുന്ന കാര്യമാണ്. ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം വരുന്നതിന് മുമ്പ് സോവിയറ്റ് യൂണിയൻ്റെ മിർ ബഹിരാകാശ നിലയം അവിടെ ഉണ്ടായിരുന്നു, സല്യൂട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ചൈനയുടെ ബഹിരാകാശ നിലയം അവിടെയുണ്ട്. അവിടെ മാസങ്ങളോളം താമസിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒരു ബഹിരാകാശ നിലയം തന്നെ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ അത്രയും കാലം താമസിച്ച ആൾക്കാരെ കൊണ്ട് പിന്നെ ഒന്നിനും കൊള്ളാതായെങ്കിൽ ഈ പണിക്കൊന്നും ആൾക്കാർ പോവില്ല, ഒരു ഏജൻസിയും തുനിയില്ല. ഈ സുനിത വില്യംസ് ഇത് 2-3 പ്രാവശ്യമാണ് ബഹിരാകാശത്ത് പോകുന്നത്. വെറുതെ നമ്മൾ അനാവശ്യമായ ഇതിനെപ്പറ്റി ഒരറിവുമില്ലാത്ത രീതിയിലുള്ള ഊഹാപോഹങ്ങളിൽ ചെന്ന് പെടരുത്. ഇതൊരു സാധാരണ ദൗത്യം പോലെ തന്നെ നടന്നു. അതിനിടയിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടായി, അതവിടെ കഴിയുകയും ചെയ്തു. ന്യായമായ ചില ചോദ്യങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. ശരി, ഇത്രയും കാലം സീറോ ഗ്രാവിറ്റിയിൽ കഴിഞ്ഞതല്ലേ, തിരിച്ചു ഭൂമിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വഴിയില്ലേ? തീർച്ചയായും അത് ഒരു ന്യായമായ ചോദ്യമാണ്. കാര്യം, നമ്മുടെ ശരീരം എന്ന് പറയുന്ന മനുഷ്യ ശരീരം സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ഭൂമിയിലെ ഗ്രാവിറ്റിയിൽ കഴിയാൻ വേണ്ടിയാണ്. ഈ ഗ്രാവിറ്റിയിൽ കഴിയുന്നത് കൊണ്ടാണ് നമുക്ക് നടക്കാൻ കഴിയുന്നത്, ഓടാൻ കഴിയുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ രക്തചംക്രമണ വ്യവസ്ഥയൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത്, ഭക്ഷണം നമുക്ക് കൃത്യമായി വയറ്റിലെത്തുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും മനുഷ്യ ശരീരത്തിൽ സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ഗ്രാവിറ്റിയിൽ കഴിയുന്ന രീതിയിലാണ്. സീറോ ഗ്രാവിറ്റിയിലേക്ക് പോകുമ്പോൾ, ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ, ഈ ഗ്രാവിറ്റിയിൽ നിന്ന് അങ്ങോട്ട് മാറുമ്പോഴുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. തുടക്കത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഭാരമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നോർമലായി നടക്കാൻ കഴിയില്ല. അതിനു പകരം പറന്നൊക്കെ വേണം പോകാൻ. നിങ്ങൾ കണ്ടില്ലേ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അവരിങ്ങനെ പറന്ന് നടക്കുന്നത്, മുടിയൊക്കെ ഇങ്ങനെ പറന്ന് നിൽക്കുന്നത്. ഇപ്പോൾ വെള്ളമെടുത്ത് അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഉരുണ്ട് തുള്ളികളായി നമ്മുടെ ചുറ്റും ഇങ്ങനെ പറന്ന് നടക്കും. ഒരു സാധനം ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കില്ല, അതിങ്ങനെ പറന്ന് നടക്കും. കാരണം അവയെ പിടിച്ചു നിർത്തുന്ന ഗ്രാവിറ്റി അവിടെ ഇല്ല. അതുകൊണ്ടാണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ, അങ്ങനെയുള്ളൊരവസ്ഥയിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ശരീരത്തിൽ അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലുകൾക്ക് നോർമൽ അവസ്ഥയിൽ നിന്ന് ബലം കുറയും. കാരണം എന്താ പറഞ്ഞാൽ, എല്ലുകൾക്ക് ബലം വരുന്നത് എന്തുകൊണ്ടാണ്? അതിൽ ഭാരം അനുഭവപ്പെടുന്നതുകൊണ്ടാണ്. പാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബലം എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ താഴേക്കുള്ള ഭാരമാണ്. ഇവിടെ ആ ഭാരമില്ലാത്തത് കൊണ്ട് ആ ബലം
അത് ക്രമേണ എല്ലുകളുടെ ബലം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഹാർട്ടിൻ്റെ പമ്പിങ്, ആ പമ്പിങ്ങിന് വ്യത്യാസം വരും. അതുപോലെ സാധാരണഗതിയിൽ എന്താണ് സംഭവിക്കുന്നത്, ഈ ഹാർട്ടിൻ്റെ പമ്പിങ്ങിനോടൊപ്പം തന്നെ ഈ ഗ്രാവിറ്റിയും ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിലേക്കായിരിക്കും ബ്ലഡ് കൂടുതലായി ഒഴുകുക. അത് ഈ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഈ ബ്രെയിനിലേക്കുള്ള രക്തക്കൊഴലുകൾ വളരെ ചെറുതായിരിക്കും. എന്നാൽ സീറോ ഗ്രാവിറ്റിയിലെത്തുമ്പോൾ ആ അവസ്ഥ മാറുമ്പോൾ ഈ ബ്രെയിനിലേക്കുള്ള പമ്പിങ് കൂടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ കൂടുതലായി ബ്ലഡ് ഇരച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരീരത്തിൽ അതിൻ്റേതായ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കും. ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതികഠിനമായ ട്രെയിനിങ് പൂർത്തിയാക്കിയാണ് ഓരോ ബഹിരാകാശ സഞ്ചാരിയെയും അയക്കുന്നത്. അവർക്കറിയാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത്. ഒരു വിമാനത്തിൽ കയറുമ്പോൾ അവിടെ നമ്മളോട് ചില സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകാറില്ലേ? എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വിമാനം അപകടത്തിൽപ്പെട്ടാൽ എന്ത് സംഭവിക്കണം, അതൊക്കെ നമുക്ക് തരുന്ന ഒരു ചെറിയ ട്രെയിനിങ്ങാണ്. അതിനേക്കാട്ടിലൊക്കെ എത്രയോ വലുതാണ് ഒരു ബഹിരാകാശ സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം. അതുമല്ല, അവരുടെ ശാരീരിക മാനസിക ആരോഗ്യം മുഴുവനും നോർമലായി, വളരെ നോർമൽ എന്നുള്ളതല്ല, നോർമലിനേക്കാൾ അധികം, വളരെ സാധാരണയേക്കാളൊക്കെ വളരെയധികം ആയിരിക്കണം. അതിനുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. അവിടെ നമുക്ക് സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള എല്ലാ ട്രെയിനിങ്ങും മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അതികഠിനമായ ട്രെയിനിങ്ങിന് ശേഷമാണ് ഇവരെ വിടുന്നത്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ അതിനൊക്കെ പ്രിപ്പയർഡാണ്. അതേപോലെ തിരിച്ച് ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ സത്യമാണ് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ ഗ്രാവിറ്റിയിൽ നിന്ന് പെട്ടെന്ന് ഫുൾ ഗ്രാവിറ്റിയിലേക്ക് വരികയാണ്. അവരെ എടുത്തു വേണം വണ്ടിയിലൊക്കെ കയറ്റാൻ. അവർ ഒന്ന് നടന്നു തുടങ്ങി നമുക്ക് ഒരു കുറച്ച് ദിവസങ്ങളുടെ കാര്യം അവിടെയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമേ അത് നോർമലാവുകയുള്ളൂ. ഇപ്പോൾ ഈ അന്താരാഷ്ട്ര യാത്രകളൊക്കെ ചെയ്തവർക്കൊക്കെ അറിയാം, അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ ജെറ്റ് ലാഗ് എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അമേരിക്കൻ സമയവും ഇന്ത്യൻ സമയവും തമ്മിൽ അതിനനുസരിച്ച് ശരീരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് വെക്കാനുള്ള സമയമാണത്. 12 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. നമ്മുടെ ശരീരത്തിനത് മനസ്സിലാവണം. നാം ഇപ്പോൾ അമേരിക്കയിലാണ് അല്ലെങ്കിൽ ഇന്ത്യയിലാണ്, ഇത്രയും സമയം ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വരാനുള്ള സമയം, ജെറ്റ് ലാഗ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. പിന്നെ അതിനേക്കാട്ടിലൊക്കെ വളരെ കൂടുതലാണിത്. ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഇതിൻ്റെ അകത്ത് ആശങ്കപ്പെടേണ്ടതില്ല, മറ്റൊന്നും ഇതിൻ്റെ അകത്ത് ഭയപ്പെടേണ്ടതുമില്ല. അവർ നല്ല സേഫായിട്ട് 2-3 ദിവസത്തിനുള്ളിൽ തിരിച്ചിവിടെ എത്തും. അതുവരെ ഊഹാപോഹങ്ങളും കഥകളും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിനിടയിലുണ്ടായ മറ്റ് ചില ഊഹാപോഹങ്ങളുണ്ട്. നിങ്ങൾ കരുതുന്നുണ്ടോ ഈ സുനിത വില്യംസ് ഒക്കെ ആ ബഹിരാകാശത്ത് വളരെ തങ്ങൾക്ക് തിരിച്ചു വരാനാകാതെ അവിടെ പെട്ടുപോയതിൽ ആകെ മനം നൊന്ത് ഇനി എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു വിഷാദത്തോടെ വിഷമത്തോടെ കഴിയുകയാണെന്ന്? ഈ വീഡിയോകളൊന്ന് നോക്കൂ. അവരെത്ര ആഹ്ലാദചിത്തരാണ്. ഇതിനിടയിൽ എന്തെല്ലാം കാര്യങ്ങൾ അവരവിടെ ചെയ്തു. 2 സ്പേസ് വാക്ക് അവർ നടത്തി. നോക്കൂ, അവരൊക്കെ എക്സ്ട്രീംലി ട്രെയിൻഡാണ്. അവർ എത്ര വലിയ എക്സ്ട്രീം സിറ്റുവേഷനെയും മാനേജ് ചെയ്യാൻ പ്രാപ്തരായവരാണ്. അവർ വളരെ ഹാപ്പി ആയിട്ടാണ് അവിടെ കഴിയുന്നത്. അവർക്ക് കൂടുതൽ അവസരങ്ങൾ അവിടെ ബഹിരാകാശത്ത് കൂടുതൽ കാലം കഴിഞ്ഞ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചതിൻ്റെ ആ ഒരു സന്തോഷം അവരുടെ ആ ബോഡി ലാംഗ്വേജിലും അവരുടെ മുഖത്തും പ്രകടമല്ലേ? അവരങ്ങനെ അടിച്ചു പൊളിച്ച് കഴിയുമ്പോഴാണ് ഇവിടെ ഭൂമിയിലിരുന്ന് നമ്മൾ അവരെ ഓർത്ത് ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യോ പാവം പെട്ടുപോയല്ലോ, ഇനി എന്ത് ചെയ്യും, ഇനി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കിടന്നു പോവല്ലോ എന്നൊക്കെ. ഇത് ബോയിങ് കമ്പനിയും ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സും തമ്മിലുള്ള ഈഗോ പ്രശ്നമാണ്. നാസയുടെ കരാറുകൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള മത്സരത്തിൻ്റെ ഭാഗമായി ഇലോൺ മസ്കിൻ്റെ കമ്പനി ബോയിങ്ങിനിട്ട് പാരവെച്ചതാണ്. സ്പേസ് എക്സ് ആണ് ബോയിങ്ങിനേക്കാൾ കൂടുതൽ ടെക്നിക്കലി കോമ്പറ്റൻസി ഉള്ളത്. അങ്ങനെ കോർപ്പറേറ്റ് ലോകത്തിലെ മത്സരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കഥകളും ഇങ്ങനെ ഇഷ്ടംപോലെ പ്രചരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഒരു കാര്യം പറയട്ടെ, ഈ ബോയിങ് കമ്പനി നാസയുമായി ഇടപാട് തുടങ്ങിയത് ഇന്നും ഇന്നലെയും ഒന്നുമല്ല. പണ്ട് ചന്ദ്രനിൽ ആളെ അയക്കുന്ന അപ്പോളോ ദൗത്യങ്ങൾ മുതൽ തുടങ്ങിയ ബന്ധമാണത്. അപ്പോളോ ദൗത്യങ്ങളിലെ ചാന്ദ്രപേടകം, ചന്ദ്രനിൽ ഇറങ്ങുന്ന ലൂണാർ മൊഡ്യൂൾ നിർമ്മിച്ചു കൊടുത്തിരുന്നത് ഈ ബോയിങ് കമ്പനിയാണ്. ആ കാലം മുതലുള്ള ബന്ധമാണിത്. അവരും ഈ സ്പേസ് ടെക്നോളജിയിൽ നല്ല കോമ്പിറ്റൻ്റാണ്. അതുപോലെ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സും വളരെ കോമ്പിറ്റൻ്റാണ്. അവർ അടുത്ത കാലത്താണ് ഹ്യൂമൻ മിഷനൊക്കെ തുടങ്ങിയത് എങ്കിലും അവർ വളരെ
ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണ്, സംശയമൊന്നുമില്ല. ഇവരൊക്കെ തമ്മിൽ ആരോഗ്യകരമായ മത്സരമുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പക്ഷേ തങ്ങളുടെ ആധിപത്യത്തിന് വേണ്ടി പ്രൊഫഷണലിസം വിട്ടൊരു കളിയും ഇവരൊന്നും കളിക്കില്ല. അത് നാസയായാലും ശരി, സ്പേസ് എക്സ് ആയാലും ശരി, ബോയിങ് ആയാലും ശരി, അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അവരുടെ പ്രൊഫഷണലിസമാണ്. അവിടെ ഈഗോയ്ക്കും അനാവശ്യമായ മത്സരങ്ങൾക്കും ഒന്നും സ്ഥാനമില്ല. അവിടെ പ്രയോറിറ്റി ആ ശാസ്ത്രീയ മുന്നേറ്റങ്ങൾക്ക് തന്നെയാണ്, സാങ്കേതികതയ്ക്ക് തന്നെയാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ പോലെയുള്ള കെട്ടുകഥകൾ മാത്രമാണത്. സുഹൃത്തുക്കളെ, നമ്മൾ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക, ശരിയായ രീതിയിൽ വിലയിരുത്തുക. അതിനുവേണ്ടി ഊഹാപോഹങ്ങളെ ആശ്രയിക്കാതെ കൃത്യമായ വിവരങ്ങൾ കൃത്യമായ സോഴ്സുകളിൽ നിന്ന് ശേഖരിച്ച് അത് മനസ്സിലാക്കുക. അതാണ് വേണ്ടത്. ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ കാലമാണ്. വ്യൂവർഷിപ്പും റീച്ചും ഒക്കെ എല്ലാവർക്കും പ്രശ്നമാണ്. സ്വാഭാവികമായി ഊഹാപോഹങ്ങൾക്ക് വളരെ കൂടുതലൊരു പ്രചാരണവും റീച്ചും കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ധാരാളം ബഹിരാകാശ ദൗത്യങ്ങളിൽ ക്രൈസിസുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പണ്ട് അപ്പോളോ 11ഉം 12ഉം കഴിഞ്ഞ് അപ്പോളോ 13 ചന്ദ്രനിലേക്ക് പോയപ്പോൾ അത് വഴിക്ക് വെച്ച് പ്രശ്നമുണ്ടായി. അതിൻ്റെ ഉള്ളിലൊരു ഓക്സിജൻ ടാങ്കർ പൊട്ടിത്തെറിച്ചു. അങ്ങനെ ആ ദൗത്യം വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് 3 ലക്ഷം കിലോമീറ്ററിനപ്പുറത്ത് നിന്ന് ദൗത്യം ഉപേക്ഷിച്ച് അവരെ മടക്കി കൊണ്ടുവന്ന് തിരിച്ച് സേഫായിട്ട് ലാൻഡ് ചെയ്ത ഒരു ചരിത്രം ഇവിടെയുണ്ട്. അതിനെപ്പറ്റിയൊരു വീഡിയോ വിശദമായി പിന്നെ ചെയ്യാം. എന്തായാലും കൂട്ടുകാരെ, ഒരാശങ്കയ്ക്കും വകയില്ല, ഒരു ഭയത്തിനും വകയില്ല. സുനിത വില്യംസും ബിച്ച് വിൽമോറും സുരക്ഷിതമായി തന്നെ മടങ്ങി വരും. അവർ സാധാരണ പോലെ നമ്മുടെ ഇടയിൽ ജീവിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഊഹാപോഹങ്ങൾക്കും കെട്ടുകഥകൾക്കും വഴിപ്പെടാതിരിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.